മംഗലപുരം ഏരിയ സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോയ മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയെ സിപിഎമ്മിൽ നിന്നും പുറത്താക്കി. പാർട്ടി തത്വങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചതിനും പൊതുജനമധ്യത്തിൽ പാർട്ടിയെ അപകീർത്തിപ്പെടുത്തിയതിനുമാണ് നടപടിയെടുത്തത്. മധു മുല്ലശ്ശേരി ബിജെപിയിൽ ചേരുകയാണ്. ബിജെപി നേതാക്കൾ മധു മുല്ലശ്ശേരിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. വി രാജേഷ് അടക്കമുള്ള ബിജെപിയുടെ നേതാക്കൾ മധു മുല്ലശ്ശേരിയുടെ വീട്ടിലെത്തി. ഇപ്പോൾ മധു മുല്ലശ്ശേരി ബിജെപി നേതാക്കളുമായി ചർച്ച നടത്തുകയാണ്. അതേസമയം മധു ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ചേരുന്നത് സിപിഎമ്മിനെ ബാധിക്കില്ലെന്നാണ് തിരുവനന്തപുരം സിപിഎം ജില്ലാ സെക്രട്ടറി വി ജോയ് പറഞ്ഞത്. ബിജെപിയുമായി മധു ഏരിയ സെക്രട്ടറി ആയിരിക്കെ തന്നെ ബന്ധം പുലർത്തിയിരുന്നുവെന്നും മധുവിന്റെ ആരോപണങ്ങളിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ജോയ് വ്യക്തമാക്കി. വി അരുൺ ചേരുന്നുണ്ട്. അരുണ്, അവിടെ ബിജെപി നേതാക്കൾ എത്തി. എന്താണ് ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങൾ? ഒന്നിച്ചുള്ള ഒരു പ്രഖ്യാപനം നടക്കുമോ? ബിജെപിയുടെ ഏതൊക്കെ പ്രധാനപ്പെട്ട നേതാക്കളാണ് എത്തിയിരിക്കുന്നത്? സ്ഥലത്ത് ബിജെപി ജില്ലാ അധ്യക്ഷൻ വി രാജേഷ് ഉൾപ്പെടെ നേതാക്കളാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. മധു മുല്ലശ്ശേരിയുടെ വീട്ടിലുള്ളത്. വി മുരളീധരൻ, മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും എത്തുമെന്ന വിവരമുണ്ട്. അവർ അല്പസമയത്തേക്ക് എത്തിയേക്കാം. അതിൽ മുരളീധരൻ ഇവിടേക്ക് എത്തുമെന്ന പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ പ്രധാന നേതാവായി ഇവിടെ ഉള്ളത് പ്രധാനപ്പെട്ട നേതാക്കളായി ഗിരിയും ഉണ്ട്. അതായത് കോർപ്പറേഷൻ കൌൺസിലർ കൂടിയായ ഗിരിയും വി രാജേഷിനെ പോലുള്ള നേതാക്കളാണ് ഇവിടെ. ബിജെപിയുടെ പ്രവർത്തകർ, പ്രാദേശിക പ്രവർത്തകരും വലിയൊരു അളവിൽ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. സിപിഎം വിട്ട് തനിക്കൊപ്പം ആരും വരില്ല എന്ന് കടകംപള്ളി സുരേന്ദ്രനെ വെല്ലുവിളിച്ചിരുന്നു. പക്ഷേ തന്റെ മകനും മധു മുല്ലശ്ശേരി ബിജെപിയിൽ ചേരുകയാണ്. ബിജെപിയുടെ പ്രധാന നേതാക്കൾ വീട്ടിലെത്തി അവിടെ ചർച്ച നടക്കുകയാണ്. വി മുരളീധരന് ഒപ്പം തന്നെ സുരേഷ് ഗോപി അടക്കമുള്ളവരും അവിടേക്ക് എത്താൻ സാധ്യതയുണ്ടെന്ന് കരുതുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സിപിഎമ്മിന്റെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ, ഏരിയ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയെ ഒപ്പം ചേർക്കാൻ കഴിയുന്നത് ബിജെപിക്ക് രാഷ്ട്രീയ നേട്ടമാണ്. കോൺഗ്രസും മധു മുല്ലശ്ശേരിയെ ഒപ്പം ചേർക്കാൻ ശ്രമിച്ചെങ്കിൽ കൂടിയും ആ ചർച്ചകൾ വിജയം കണ്ടില്ല എന്ന് നേരത്തെ അരുൺ റിപ്പോർട്ട് ചെയ്തിരുന്നു. അരുൺ സൂചിപ്പിച്ചതുപോലെ ഈ സുരേഷ് ഗോപിയും വി മുരളീധരനും ഒക്കെ അവിടേക്ക് എത്താൻ സാധ്യതയുണ്ടോ? ബിജെപിയെ സംബന്ധിച്ച് തിരുവനന്തപുരത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ, ഒരു മുൻ ഏരിയ സെക്രട്ടറിയെ തന്നെ ഒപ്പം ചേർക്കാൻ കഴിയുന്നു സിപിഎമ്മിൽ നിന്ന്. ബിജെപിക്ക് വലിയ രാഷ്ട്രീയ നേട്ടം കൂടിയാണ്, അല്ലേ? തീർച്ചയായും ബിജെപിക്ക് വലിയ രാഷ്ട്രീയ നേട്ടം തന്നെയാണ്. കാരണം സിപിഎമ്മിന്റെ ഏരിയ സെക്രട്ടറി എന്ന് പറയുമ്പോൾ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് അദ്ദേഹം. സ്വാഭാവികം അത്തരം ഒരാൾ പാർട്ടിയിലേക്ക്, ബിജെപിയിലേക്ക് വരുന്നവർക്ക് വലിയ രാഷ്ട്രീയ നേട്ടം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ മേഖല നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ്. ബിജെപി നാൾക്കുനാൾ സംഘടനാപരമായ ശക്തി വർദ്ധിക്കുന്ന മേഖലയാണ്. ഈ അഴൂർ പഞ്ചായത്ത് ഉൾപ്പെടെ ഈ സിപിഎം ജില്ലാ സെക്രട്ടറി വി ജോയുടെ അഴൂർ പഞ്ചായത്ത് ഉൾപ്പെടെ കഴിഞ്ഞ സിപിഎമ്മിന് വോട്ട് കൊടുക്കുന്നത് വലിയ ചർച്ചയായിരുന്നു. ബിജെപിക്ക് ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ അതുപോലെ തന്നെ ഈ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ വലിയ രാഷ്ട്രീയ സ്വാധീനം കഴിഞ്ഞ കുറെ നാളുകളായി ഉണ്ട്. അവർ സ്വാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അത്തരം ഒരു മേഖലയിലാണ് സിപിഎമ്മിന്റെ ഏരിയ സെക്രട്ടറി, സിപിഎമ്മിന്റെ ശക്തി കേന്ദ്രമായ ഒരു സ്ഥലത്ത്, അഴൂർ പോലുള്ള സ്ഥലത്ത് നിന്ന്, മംഗലപുരം പോലുള്ള മേഖലയിൽ നിന്ന് ഇത്തരത്തിലൊരു പ്രധാനപ്പെട്ട നേതാവിനെ അടർത്തിയെടുക്കാനാകുന്നത് ബിജെപിക്ക് നേട്ടം തന്നെയാണ്. അത് നമ്മൾ ഒരുപക്ഷെ ഈ IPL ലേലത്തിലൊക്കെ കാണും പോലെ താരങ്ങൾക്ക് വേണ്ടിയുള്ള ലേലം വിളി ശക്തമായ ആർക്ക് കൂടുതൽ സ്വാധീനം ലേലം വിളിക്കാൻ കഴിയുമോ, അതുപോലെ ബിജെപിയും കോൺഗ്രസും രണ്ടു പാർട്ടികളും സിപിഎമ്മിന്റെ ഏരിയ സെക്രട്ടറിക്ക് വേണ്ടി ശക്തമായ ശ്രമം ഇന്നലെ നടത്തിയിരുന്നത്. വിജയിച്ചത് ബിജെപി ആണെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസിന്റെ BCC അധ്യക്ഷൻ അടക്കമുള്ള നേതാക്കൾ ഇന്നലെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിരുന്നു, മധുവുമായി ചർച്ച നടത്തിയിരുന്നു. കോൺഗ്രസ് പശ്ചാത്തലമുള്ള കുടുംബം കൂടിയാണ് മധുവിന്റെ. അതുകൊണ്ട് തന്നെ കോൺഗ്രസിലേക്ക് മധു എത്തുമെന്ന വലിയ പ്രതീക്ഷ കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വത്തിലുണ്ടായിരുന്നു. പക്ഷെ അവിടെ കോൺഗ്രസിനെ മറികടന്ന് മധുവിനെ ബിജെപിയിലേക്ക് എത്തിക്കാൻ ബിജെപിയുടെ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്കായി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായി അവർ രാഷ്ട്രീയമായ വലിയൊരു നേട്ടമായി അതിനെ കാണുമെന്നും ഉറപ്പാണ്. സൂചിപ്പിച്ച പോലെ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് അടുത്ത് വരാനിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും പ്രാദേശികമായ വലിയ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പാണ്. അവിടെ ഇത്തരത്തിൽ മധുവിനെ പോലൊരു പ്രധാനപ്പെട്ട നേതാവിനെ ലഭിച്ചത് ബിജെപിക്ക് ഗുണം ചെയ്യും. ഈ മേഖല ഞാൻ സൂചിപ്പിച്ച പോലെ സിപിഎമ്മിന്റെ പരമ്പരാഗത ശക്തി കേന്ദ്രമാണ്. അത്തരമൊരു മേഖലയിൽ നിന്ന് തന്നെ ഒരു നേതാവിനെ അടർത്തിയെടുക്കാൻ കഴിയുന്നത് ബിജെപിക്ക് വലിയ രാഷ്ട്രീയ നേട്ടമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഒരു ഏരിയ കമ്മിറ്റി അംഗത്തെ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ ആളെ കൊണ്ടുവന്നപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ സ്വീകരിച്ചു വലിയ ആഘോഷമാക്കി ബിജെപി അത് മാറ്റിയിരുന്നു. സമാനമായ ഒരു നേട്ടമായി തന്നെ, അതിനപ്പുറത്തേക്കുള്ള നേട്ടമായി തന്നെ ബിജെപി ഇതിനെ കാണുമെന്ന് ഉറപ്പാണ്. ബിജെപിയുടെ സിപിഎമ്മിന്റെ ഏരിയ സെക്രട്ടറിയാണ്. സംസ്ഥാന ഉപാധ്യക്ഷൻ C ശിവൻകുട്ടി അടക്കമുള്ളവർ ഇവിടേക്ക് വരുന്നുണ്ട്. അവരും
മധുവിനെ സ്വീകരിക്കാനായി എത്തുകയാണ്. ബിജെപിയുടെ പരമാവധി പ്രധാനപ്പെട്ട നേതാക്കൾ വന്നുകൊണ്ട് ഇത്തരം ഒരു സ്വീകരണം ഏർപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് ഒരു ബിജെപി CPM നിന്ന് ഒരു നേതാവ് ബിജെപിയിലേക്ക് വന്നാൽ എങ്ങനെ സ്വീകരിക്കുമെന്ന് ഉള്ള ഒരു തെളിവായി കൂടി അവർ പരമാവധി പ്രോത്സാഹനം നൽകുക, പരമാവധി അവരുമായി അവരെ സ്വീകരിക്കുക എന്നുള്ളത് സി ശിവൻകുട്ടി ബിജെപിയുടെ നേതാവ് പ്രധാനപ്പെട്ട നേതാവിനെ CPM വന്ന് ബിജെപി കിട്ടുകയാണ്. എങ്ങനെയാണ് ബിജെപിക്ക് ഈ മേഖല എങ്ങനെ ഗുണം ചെയ്യും? അതിൽ വലിയ ഗുണം ചെയ്യും. വളരെ നന്നായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും.